അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനം. ഇവിടെ 2018 ഭയങ്കരമായ കാട്ടുതീ പടരുന്നു. അവിടെ ഇടയ്ക്കിടയ്ക്ക് കാട്ടുതീ വരാറുണ്ട്, പക്ഷേ 2018 മുൻപെങ്ങും കണ്ടില്ലാത്ത രീതിയിൽ ഭീകരമായൊരു കാട്ടുതീ വരുന്നു. ആ സമയത്ത് ഈ കാട്ടുതീ പടർന്നു പിടിക്കുക എന്ന് പറഞ്ഞാൽ ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം തന്നെയും ഈ കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു സ്കൂൾ ബസ്, സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ വേറൊരു കാര്യത്തിന് വേണ്ടി പോകുന്നതാണ്. പക്ഷേ ഒരു സ്കൂളുള്ള സ്ഥലത്തും ഈ കാട്ടുതീ വരുന്നു എന്നുള്ള ന്യൂസ് വരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സ്കൂൾ ബസ് കോർഡിനേറ്റർ ഈ സ്കൂളിലുള്ള കുട്ടികളെ പിക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് വഴിതിരിച്ചു വിടുന്നു. അദ്ദേഹം അവിടെ എത്തുന്നു, ആ സ്കൂളിലുള്ള കുട്ടികളെ പിക്ക് ചെയ്യുന്നു. 22 സ്കൂൾ കുട്ടികളാണ് ഉള്ളത്, കൂടെ ഒരു ടീച്ചറും. അദ്ദേഹവും ആ ടീച്ചറും 22 സ്കൂൾ കുട്ടികളുമായി ഈ കാട്ടുതീയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഒരു യാത്ര നടത്തുന്നു. പിന്നീട് അവരെന്തൊക്കെയാണ് നേരിടുന്നത്, എന്തൊക്കെയാണ് അവർക്ക് സംഭവിക്കുന്നത്? ഇതാണ് ദ ലോസ്റ്റ് ബസ് എന്ന സിനിമയുടെ കഥയുടെ ആധാരം. ഇത് 2018 ശരിക്കും കാലിഫോർണിയയിൽ നടന്ന ഒരു സംഭവത്തിനെ ആസ്പദമാക്കി എടുത്തിരിക്കുന്ന സിനിമയാണ്. കെവിൻ മെക്കെ എന്ന് പറയുന്ന ആളായിരുന്നു അന്ന് ആ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ. ആ റോള് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് മാത്യു മക്കോണഹയാണ്. അമേരിക്ക ഫെറാറയാണ് സിനിമയിൽ ടീച്ചറുടെ റോളിൽ വരുന്നത്. നല്ല അഭിനയിക്കാൻ അറിയാവുന്ന, നല്ല ആക്ടിംഗ് ഉള്ള കുറച്ച് കുഞ്ഞ് കുട്ടികളും സിനിമയിലുണ്ട്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ കാട്ടുതീ, ഫയർഫോഴ്സ് എന്നൊക്കെ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് എന്നെങ്കിലും ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് അതിന് തരുവാണ്. അതിൻ്റെ ഒരു ഭീകരത, ഈ കാട്ടുതീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാർത്തകളിൽ കാണുന്നതിനും അപ്പുറം ശരിക്കും ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളൊരു ഭീകരത ഓഡിയൻസിലേക്ക് 100% കൃത്യമായി ഈ ചിത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശരിക്കും ഈ ബസ്സിൻ്റെ അകത്ത് ഒരു യാത്രക്കാരനായി അല്ലെങ്കിൽ ഒരു യാത്രക്കാരിയായി ഇരുന്നാൽ നമുക്ക് എന്ത് ഫീലിംഗ് ആകും ഉണ്ടാകുക എന്നുള്ളത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാകും. അത്ര കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ, ഇതിൻ്റെ ഡിറക്ഷൻ വർക്കൗട്ട് ആയിട്ടുണ്ട്. പോൾ ഗ്രീൻഗ്രാസ് ആണ് ഇതിൻ്റെ ഡിറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ളൊരു ഒരു ഒരു ത്രില്ലർ മൂഡിൽ പോകുന്ന ഒരു പടമാണ്. ഞാൻ അതിൻ്റെ ക്ലൈമാക്സിലോട്ടും മറ്റ് ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല, പക്ഷേ നല്ല എൻഗേജിങ് ആയിട്ട്, നല്ല ത്രില്ലിംഗ് ആയിട്ട് ഈ പടം പോകുന്നുണ്ട്. മാത്യു മക്കോണഹയുടെ പെർഫോമൻസ് അടിപൊളി പെർഫോമൻസാണ്. അമേരിക്ക ഫെറാറിയും നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ചിത്രത്തിൽ. ഒരു സാധാരണ സിനിമയായിട്ട് തുടങ്ങുന്ന ചിത്രം അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് ആൻ അവർ കഴിയുമ്പോഴത്തേക്കും ഒരു 5th ഗിയറിലോട്ട് മാറുകയും പിന്നീട് മുൾമുനയിൽ നിർത്തുന്ന രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഈ ചിത്രത്തിൽ ഉടനീളം വന്നിരിക്കുന്നത്. ഇത് ആപ്പിൾ ടിവിയിലാണ് ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നത്. അല്ലാത്ത സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലും റെൻറ്റിനും മറ്റുമൊക്കെ അവൈലബിളാണ്. ഞാൻ ഈ സിനിമ കാണാൻ തുടങ്ങുമ്പോൾ ഇത് ഇത്രയ്ക്കുള്ളൊരു എലമെൻറ്റ്സ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഗംഭീരമായിട്ട് അത് ആ സീനുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ് കാട്ടുതീ. നമ്മൾ ഈ വാർത്തകളൊക്കെ കാണുമെങ്കിലും നമുക്ക് ഈ കാട്ടുതീയെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല. കാര്യം നമ്മുടെ കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഒരുപാട് റാമ്പൻ്റായിട്ട് വരുന്നൊരു സാധനമൊന്നുമല്ല. നമുക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുള്ളൊരു അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു സാധനത്തിന് നമ്മുടെ സാധാരണ ഓഡിയൻസിനെ നടുക്കൊണ്ടിരുത്തുന്നതിന് ചുറ്റും തീ ഇട്ടാൽ എന്തായിരിക്കും എഫക്റ്റ് എന്നുള്ളത് നമുക്ക് ഓഡിയൻസിലേക്ക് മനസ്സിലാവുന്നുണ്ട്. ഗംഭീരമായ പെർഫോമൻസ്, ടെക്നിക്കൽ സൈഡ്, VFX, ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, മാത്യു മക്കോണഹി ആയാലും ശരി, അമേരിക്ക ഫെറാർ ആയാലും ശരി, എല്ലാം കൊണ്ടും ഒരു ഗംഭീരം സിനിമയാണ് ദ ലോസ്റ്റ് ബസ്. മിസ്സാക്കാതെ കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. 2025 പിന്നെ മിസ്സാക്കാതെ കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കാണുക. സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.